ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു രാവിലത്തേക്ക് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ 6:30 ആയിട്ടാണ് ഞാൻ കുറച്ച് വൈകിട്ട് തന്നെ നീച്ചത്. പിന്നെ വിൻഷാട്ടതെ കളിക്കാൻ പോവാണ് രാവിലെ, അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകി. പിന്നെ തേജോട് ഇന്ന് സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞോട്ടോ. അവിടെ സ്കൂളിൽ ഫുഡൊക്കെ ഉണ്ടാവും. അപ്പം വെള്ളിയാഴ്ചകളിൽ വെജ് ബിരിയാണി ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്നാണെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വേണ്ട, അമ്മ ആക്കിയെന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലപ്പോൾ രാവിലെ അവിടെ നിന്ന് കഴിക്കാവും. അപ്പോൾ പിന്നെ രാവിലെ ഫുഡ് വല്ലാണ്ട് ആക്കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പതുക്കിയായാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കിടന്ന് 6:30 നീച്ച് വരുമ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ ചായക്കുള്ളത് ആക്കണം. ദോശയോ പിന്നെ ചേട്ടാ ദോശ മതിയാ? ദോശ അവന് വരുമ്പോൾ ആക്കി കൊടുക്കാം അല്ലേ? അപ്പോൾ എനിക്കിനി കിച്ചണിൽ പണിയുണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടിട്ടത് ഇതുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. ഇതും അതുപോലെ ഇതും ഇതൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൽ കുറേ ഒതുക്കിയൊക്കെയുണ്ട്. അതൊക്കെ അങ്ങനെ കുറേ പണികളുണ്ട് ഇന്ന്. പിന്നെ ഇന്ന് നമ്മുടെ മുറ്റം പണി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. പകുതിക്ക് വരായിട്ടുണ്ടല്ലോ. അപ്പോൾ കുറേ പേരെന്തെങ്കിലും ഈ കളർ കുറച്ചും കൂടി നല്ലതാണ് കാണുന്നില്ലെന്ന്. ഇതിൽ കളറൊക്കെ ഫൈനൽ ലുക്ക് കാണുന്നിട്ട് മതി, അത് നല്ലത്. എപ്പൊന്നും പറയണില്ല. അപ്പോൾ കുറച്ചും കൂടി പണികളുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്രാസ് സെറ്റ് ചെയ്യണം, പറഞ്ഞ പോലെ പോളിഷ് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ പകുതിക്കും തുടങ്ങും. ഇപ്പോൾ രണ്ടും ശരിക്കും ഇന്നലെ തൊട്ട് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയ കാരണം ഞാൻ 2 ദിവസമായിട്ട് ഫുൾ ബിസി ആയിരുന്നു. ടെൻഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസം ഉണ്ടായില്ലുകൊണ്ട് ഇന്നിട്ട് വെള്ളിയാഴ്ച തൊട്ടിട്ടാണ് ബാക്കി പണികൾ തുടങ്ങുക. അങ്ങനെ കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗായിരിക്കും. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. ചാർജൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് ചാർജ് എത്തിക്കട്ടെ. അങ്ങനെ വിൻഷേട്ടൻ ഇതേ കളിക്കാൻ പോയിട്ടോ. 6:50 ആകുമ്പോഴാണ് പോയത്. 7 മണിക്കാണ് കേട്ടോ കളി തുടങ്ങുക. അപ്പോൾ ജിഷ്ണേട്ടനും ഉണ്ട്. ജിഷ്ണേട്ടനോടാണെങ്കിൽ 6:30 കളി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ പാവ അവിടെ 6:30 എത്തിയേക്കണു കേട്ടോ. 6:30 വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ്. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ടോട്ടൽ 3 പോസ്റ്റ് കേട്ടോ. ഒന്ന് ഈ പോസ്റ്റ്, അതെ ആ കാണുന്ന പോസ്റ്റ് കാണണ്ട, ഇത് പിന്നൊന്നോ ഇന്നത്തെ പോസ്റ്റ്. ആരുമില്ല. 6:30 കളി തുടങ്ങുമ്പോൾ ഇവിടെ ആരുമില്ല. ഈ ഇൻഷാന്റെ വാക്കും കേട്ടിട്ട് 6:30 പോയിട്ട് ഗ്രൗണ്ടിൽ പോസ്റ്റ് അടിച്ച് നിൽക്കണതാട്ടോ. 7 മണിക്കാ കളി തുടങ്ങുള്ളൂ പാവം. പിന്നെ ഞാനിതേ നേരെ കുക്കിങ്ങിലേക്ക് കിടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ വെക്കാനായിട്ട് പ്ലാൻ. ഇന്നലെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുന്നതുകൊണ്ട് സാമ്പാർ എന്തായാലും വെക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് ഇതേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് വേവിക്കാൻ വെച്ച് നന്നായി കുത്തി ഉടച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് കഷ്ണങ്ങൾ ഇടുക. എന്തൊക്കെ കഷ്ണങ്ങളുണ്ട് അതൊക്കെ ഞാൻ കുറച്ച് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വെള്ളരിക്ക, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സബോള അതൊക്കെയാണ് ഇട്ടിരിക്കണത്. പിന്നെ വെണ്ടയ്ക്കും തക്കാളിയും ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇടുക. പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് രണ്ട് വിസിലിൽ ഞാൻ നമ്മുടെ പച്ചക്കറി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പരിപ്പ് ഓൾറെഡി വേവിച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക ഞാൻ വറുത്തിട്ടാണ് എപ്പോഴും ഇടാറ്. പിന്നെ തേങ്ങ അരച്ചിട്ടോ, തേങ്ങ വറുത്തരച്ചിട്ടാണ് സാമ്പാർ വെക്കുന്നത്. പലരും പല രീതിയിലാണ് വെക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതുപോലെ കായട്ടോ, കായത്തിൻ്റെ കഷ്ണം ഇപ്രാവശ്യം ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ചെറുള്ളി കേട്ടോ നന്നാക്കി വെച്ചിരിക്കുന്നത്. ചെറുള്ളിയൊക്കെ കുറേ ഇടുന്നത് അത്രയും ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കഷ്ണം വെന്ത് വന്നപ്പോൾ ഞാനിത് തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക വറുത്തത് ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുക മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. ഇട്ടിങ്ങനെ വേവിക്കാറില്ല. പിന്നെ ഇതേ കുറച്ച് ഉലുവ ഇട്ടു കേട്ടോ വെളിച്ചെണ്ണയ്ക്ക്. അതിലേക്ക് ഇതേ നമ്മുടെ തേങ്ങയും കറിവേപ്പിലയും കായും ചെറുള്ളിയും ഈ നമ്മുടെ കറിവേപ്പിലയും ചെറുള്ളിയും ഉണ്ടല്ലോ കുറേ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പം ഞാൻ കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു സ്പൂണോളം മുളക് പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി വറുത്തെടുക്കും കേട്ടോ. കരിഞ്ഞ് പോവരുത്. ഏകദേശം ഇത് നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ലായാൽ നിർത്തണ്ട കേട്ടോ നല്ലത്. അങ്ങനെ അത് അരച്ചു വെള്ളം ചേർത്തിട്ട് ആ കൂട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ കഷ്ണത്തിലേക്ക് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്. നമ്മുടെ ഇവിടെ തേങ്ങ അരച്ചിട്ട് തേങ്ങ വറുത്തരച്ച് ഇങ്ങനെയൊക്കെയോ സാമ്പാർ വയ്ക്കാറ്. കൂടുതലും നമ്മുടെ ഇവിടെ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കണത്. പിന്നെ സാമ്പാറും ദോശയായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ദോശ ഇതേ നമ്മുടെ തേജൂന് നല്ല ചൂടോടക്കനെ മൊരിയിപ്പിച്ചിട്ട് തന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പച്ചക്കറിക്ക് കൂട്ടൊഴിച്ച് തിളപ്പിച്ചുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇനി വറുത്തിടാണ്. കടുക് പൊട്ടിക്കുന്നുണ്ട്, കറിവേപ്പില ഇടുന്നുണ്ട്, ഉണക്കമുളക് ഇട്ടിട്ട് നമ്മുടെ ഗ്യാസ് ഒന്ന് കുറച്ചിടും, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടും കേട്ടോ. എന്നിട്ടാണ് ഞാൻ സാമ്പാർ പൊടി ഇടുക. 1 സ്പൂണോളം സാമ്പാർ പൊടി ഇട്ടിട്ട് ഇതിങ്ങനെ വറുത്തെടുക്കും. പൊടി കരിയരുത് കേട്ടോ. ഏറ്റവും നല്ലത് എണ്ണ ചൂടായതല്ല. അപ്പം
എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വറക്കണതാണ്. പിന്നെ അത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു. എനിക്ക് നല്ല കട്ട പോലെ തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ സംഭവം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാറും നമ്മുടെ ദോശയും അതാണ് നമ്മുടെ തേജപ്പന് കൊടുക്കണത് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഉണ്ടായിരുന്നു, എനിക്ക് കൊടുക്കാനുള്ള നേരം ഉണ്ട്, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അവന് ദോശ പ്രാവശ്യം പൊട്ടിച്ച് കൊടുക്കട്ടെ ചെയ്ത്. അല്ലെങ്കിൽ കൂടുതലും ഇപ്പോൾ കുട്ടി തന്നെയാണ് കഴിക്കാറ്, പരമാവധി ഒക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്യണത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരെ പുറപ്പെട്ടിട്ട് സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നൊട്ടിട്ട് ഇതേ ബാക്കി പറഞ്ഞോ എന്താ. ഞാൻ സ്കൂളിൽ പോകുമ്പോ ഞാന് സ്കൂളിനകത്തൊന്ന് കഴിച്ചു ലഞ്ച് ബിരിയാണി. അപ്പൊ തേജപ്പൊന്ന് സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിച്ചത് ബിരിയാണി കേട്ടോ, വെജ് ബിരിയാണി സ്കൂളിൽ നിന്ന് വെജ് ബിരിയാണി കേട്ടോ കഴിക്കണത്. അതിന്റെയാണ് ഈ സന്തോഷം പോകുമ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെ മോന്ത ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടാണ് പോകുന്നത്. സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് അവിടുന്ന് ബിരിയാണി കഴിക്കാന്നുള്ള ഒരു ചെറിയ സന്തോഷം ഇല്ലേ, അതിലാണ് ഈ പോണത് കേട്ടോ. അങ്ങനെ ദേ വണ്ടിയിൽ കയറി ടാറ്റൊക്കെ തന്നിട്ട് കുട്ടി പോയിട്ടാ. ഇനി ഇവൻ പോയി കഴിഞ്ഞിട്ട് തേജ് ചോദിക്കാറില്ലേ, തേജ് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്താ ഇവിടെ പണി, അമ്മ എന്താ ചെയ്യുക ഞാൻ പോയി കഴിഞ്ഞാന്ന് ചോദിക്കാറില്ലേ. കണ്ടോ വായു ഇവിടെ ഇരിക്കും. അപ്പൊ തേജപ്പനും ഉണ്ട് കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ തേജുവിനെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാനിതേ പാത്രങ്ങൾ കുറെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകുന്നുണ്ട്. സാധാരണ എനിക്കിങ്ങനെ പാത്രങ്ങൾ കഴുകാൻ വരാറില്ല, വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ കൊട്ടത്തളത്തിൽ പാത്രം കഴുക്കെടുക്കാറുള്ളൂ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ബാറ്റ് കൊണ്ട് പോയി കളിച്ചേക്കണത്, ഞാൻ വാങ്ങിക്കൊടുത്ത ബാറ്റ്. ഞാൻ വാങ്ങിയതാണേ. ഇതുവരെ ബാറ്റ് തൊട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നാണ് പോയിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യൂലേ, ഗ്രൗണ്ടിൽ പോയിട്ട് ഇന്നാണ് കളിച്ചേക്കണത്. ആരാ വാങ്ങി? ഇതിന് കളിക്കാം, മാച്ചിന് മുമ്പ് കൊണ്ടോണേ. എന്നല്ല ബാറ്റ് കേരളയിലും നമുക്ക് കളിക്കാൻ പറ്റില്ല, നമ്മള് ഫീൽഡ് ചെയ്യും ഒക്കെ പുറത്തുള്ള പ്ലേയേഴ്സ് ആണ് കളിക്കുക. തട്ടും. അങ്ങനെ വിൻഷാട്ടിനും എനിക്കുള്ള ദോശയും കൂടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം നെയ്യൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെപ്പോഴും ദോശ ഉണ്ടാക്കുന്നത്. തേജപ്പം പോയിട്ടാ. അപ്പോൾ അതേ വിൻഷാട്ടിന് ചൂട് കൊടുക്കണം, മുരിഞ്ഞ ദോശ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്കും കൂടി ദോശ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഇതേ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ദോശയും സാമ്പാറും നമ്മുടെ ശർക്കര കാപ്പിയും കൂടിയിട്ടാണ് കുടിച്ചത്. ചമ്മന്തിന്ന് നമ്മുടെ തേജുവിന് ചെറിയൊരു മോക്ഷം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ദോശയ്ക്ക് ചമ്മന്തിയിലും കുഴപ്പമില്ല അമ്മയെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാനിന്ന് ഫ്രിഡ്ജ് തുടക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. എന്തായാലും പച്ചക്കറി കൊതിക്ക് ഉള്ളിക്ക് വെക്കണല്ലോ. അപ്പോൾ വിൻഷാട്ടിനെ കൊണ്ട് മോൾ ഭാഗം തുടപ്പിച്ചു, എനിക്ക് എത്തില്ല അങ്ങോട്ട് അറ്റത്തേക്ക്. അപ്പോൾ വിൻഷാട്ടൻ പോണേക്കാൻ മുന്നേ ഞാൻ തുടപ്പിച്ചു. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിൻ്റെ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്യാറ്. വിൻഷാട്ടൻ പോണേക്കാൻ മുന്നേ എനിക്ക് എത്താത്ത സ്ഥലങ്ങളൊക്കെ വിൻഷാട്ടനെ കൊണ്ട് തുടപ്പിച്ച് വെക്കൂട്ടാ. അങ്ങനെ അതേ വിൻഷാട്ടൻ പോവാൻ ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ പണികൾ. പക്ഷെ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വിൻഷാട്ടനെ യാത്രയൊക്കെ വന്നിക്കാട്ടോ. അപ്പം അവിടെ നമ്മുടെ മുറ്റത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹിന്ദിക്കാരായ കാരണം എനിക്ക് ഇവരെ ഡീൽ ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പൊക്കോന്നും പറഞ്ഞിട്ടാട്ടോ വിൻഷാട്ടൻ പോണത്. കാരണം നമ്മുടെ പ്ലാൻ ഇങ്ങനെ വേണ്ട ഇങ്ങനെ ചെയ്തോളൂ എന്നൊക്കെ പറയണമെങ്കിൽ എന്നോട് വന്ന് ചോദിച്ചിക്ക് അത് പറയാറിയില്ല. അപ്പോൾ വിൻഷാട്ടൻ എല്ലാം പറഞ്ഞ് ഡീൽ ചെയ്തിട്ടായിട്ട് പോണത്. വണ്ടി പുറത്ത് സുധിച്ചേച്ചരോടെ വെച്ചിരിക്കണത്, അതുകൊണ്ടാണ് അങ്ങോട്ട് നടന്നു പോണത് കേട്ടോ. അങ്ങനെ വിൻഷാട്ടൻ പോയി കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ പണിയിലേക്ക് കിടന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രിഡ്ജ് മൊത്തം ഞാൻ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടെന്ന്. ഞാൻ പറയാറുണ്ടല്ലോ, ഞാനിങ്ങനെ ഡെയിലി മീൻസ് ഡീപ്പ് ക്ലീൻ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാൻ മൊത്തം തുടച്ചെടുക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കച്ചറയാവുമ്പോൾ ഞാൻ ആ ഭാഗം തുടയ്ക്കാറുണ്ട്. പിന്നെ എന്തായാലും നല്ല രീതിക്കൊന്നും തുടയ്ക്കണം എന്ന് വിചാരിച്ച് തുണിയൊക്കെ പിഴിഞ്ഞതെല്ലാം തുടച്ച് ഫ്രിഡ്ജ് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ബോക്സ് മൊത്തം ഞാൻ കഴുകി കേട്ടോ. കഴുകാനായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനൊന്ന് കഴുകി. കാരണം ഇതിൻ്റെ ആ ഒരു ചട്ട പോലെ കണ്ടില്ലേ, ആ സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലവരെപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടതാണ്, ചേച്ചി ഈ പച്ചക്കറി കഴുകിയിട്ട് വെച്ചത് ചെയ്യില്ലേ എന്നൊക്കെ, വെള്ളത്തിലെല്ലാം എടുക്കുന്നത്. അപ്പം അങ്ങനെയല്ല, നമ്മുടെ ആ ബോക്സിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളറിലൊരു പാഡ് പോലൊരു സാധനം ഉണ്ട്. അതിൻ്റെ മുകളിലാണ് കണ്ട ഈ ഒരു സാധനം, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പച്ചക്കറി വെക്കുക. അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോയിട്ടൊക്കെ എടുക്കുക. നമുക്ക് ഇതുവരെ ചീഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് തോന്നുന്നു, ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ചെയ്യാത്തത്. കാരണം വെള്ളത്തിലല്ല ഈ പച്ചക്കറി കിടക്കുക, അത് ഒത്തിരി വെള്ളം അടിയിലൊക്കെ പോയി കിടക്കുള്ളൂ. ഇന്നേ വരെ എനിക്ക് അങ്ങനെ പച്ചക്കറി ചെയ്തിട്ടില്ല. ഒരു മാക്സിമം ദിവസങ്ങളുണ്ടല്ലോ പച്ചക്കറി ഇരിക്കാറുള്ളത്, അത്രയും ദിവസം ഇരിക്കാറുണ്ട്. ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏത് പച്ചക്കറി ആയാലും ചീഞ്ഞു പോവും. അപ്പം അങ്ങനെ ചെയ്യുമെന്നല്ലാണ്ട് നമുക്കങ്ങനെ പ്രശ്നമായിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാനപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പച്ചക്കറി ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ. ഞാൻ എപ്പോഴും കൂടുതൽ വാങ്ങുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഉരുളൻകിഴങ്ങ്, അതുപോലെ സബോള, ടൊമാറ്റോ, നമ്മുടെ തക്കാളി,
പിന്നെ പച്ചമുളകും ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ വാങ്ങിക്കാറുണ്ട്. കാരണം അതിന് നല്ല ചിലവാണ് കേട്ടോ നമുക്ക്. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനൊരു ലിമിറ്റ് വെച്ചിട്ട് 2 ദിവസത്തേക്ക് ആ ഒരു റേഞ്ചിലാണ് വാങ്ങാറുള്ളൂ. പിന്നെ കഴിയുമ്പോൾ നമുക്ക് കഴിക്കണം തോന്നുന്ന പച്ചക്കറികൾ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ പച്ചമുളക് ഞാൻ എപ്പോഴും അതിൻ്റെ ബാക്കിലെ വാലില്ലേ ആ സാധനം പൊട്ടിച്ച് കളഞ്ഞിട്ട് കഴുകിയിട്ട് തന്നെയാട്ട വെക്കാറ്. ഈ ഒരു ട്രിക്ക് അമ്മയാട്ട പറഞ്ഞത്. നമ്മുടെ പച്ചമുളക് ചീഞ്ഞു പോവില്ല അത്ര, കുറേ ദിവസം ഇരിക്കും അങ്ങനെ ബോക്സിലാക്കി വെച്ചാൽ. അപ്പോൾ അതിൻ്റെ ബാക്കിലെ വാല് പൊട്ടിച്ച് കളഞ്ഞിട്ട് വേണം കഴുകിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇഞ്ചിയും തക്കാളിയും എല്ലാതും ഇതേ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതെല്ലാം പറക്കി ഫ്രിഡ്ജ് ഓൾറെഡി നമ്മൾ തുടച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഇങ്ങനെ അടക്കി നീറ്റാക്കിയിട്ട് വെച്ചാൽ എന്ത് രസമാവും അറിയോ. പിന്നെ വന്നിട്ട് നമ്മൾ ആ ഫ്രിഡ്ജ് വേറെ ദിവസങ്ങൾ, അതായത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രിഡ്ജ് തുറക്കൂലോ, അപ്പം കിട്ടുന്നൊരു സംതൃപ്തി ഉണ്ട് നമുക്ക്. അയ്യോ അതെങ്ങനെ പറയാല്ലേ. അതെന്താ വെച്ചാൽ ഇപ്പം നമ്മൾ കുറേ നേരം ഫ്രിഡ്ജ് ഓഫ് ആക്കിയിടുമല്ലോ, ഓഫ് ആക്കിയിട്ടാണ് നമ്മളിതൊക്കെ തുടയ്ക്കുന്നത്. പിന്നെ എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ആ ഫ്രിഡ്ജ് അങ്ങോട്ട് അടയ്ക്കും, എന്നിട്ട് ഓൺ ആക്കുമല്ലോ. ഓൺ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് നിങ്ങൾ ആ ഫ്രിഡ്ജ് ഒന്ന് തുറന്ന് നോക്കും, നല്ല രസത്തിൻ്റെ ഉള്ളിൽ കാണാൻ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കണം അങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ബാക്കി നമ്മുടെ സവാള ഞാനിവിടെ സവാള എന്ന് പറഞ്ഞ് ശീലിച്ചു, അതുകൊണ്ടാട്ടോ സവാള അല്ലെങ്കിൽ ഒനിയൻ അതൊക്കെ ഞാൻ നമ്മുടെ പുറത്തെ കൊട്ടയിലാട്ട വെക്കുക. ഉരുളൻകിഴങ്ങ് അങ്ങനത്തെ അതൊന്നും ഫ്രിഡ്ജിൽ വെക്കാറില്ല. അങ്ങനത്തെ പിന്നെ വെളുത്തുള്ളി ചെറുള്ളി ഈ 4-5 ഐറ്റംസ് മാത്രമേ ഞാൻ പുറത്താണ് വെക്കുക. ബാക്കി നമുക്ക് ഞാൻ പൊടികൾ, പഞ്ചസാര, കുറച്ച് വേറെ ബിരിയാണി അരി, അതുപോലെ ഇങ്ങനത്തെ പാക്കറ്റ് ഐറ്റംസ് ഇല്ലേ, ഇതൊക്കെ ഞാൻ എല്ലാതും 2 പാക്കറ്റ് വെച്ചിട്ട് എപ്പോഴും വാങ്ങാം. അതിൽ ഒരു പാക്കറ്റ് മൊത്തം ഞാനിത് ഇവിടുത്തെ കിച്ചണിൽ വെക്കാട്ടോ ചെയ്യുക. ബാക്കി നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഞാൻ ഇവിടുത്തെ ഒരു ബോക്സിൽ വെക്കണത്. ബാക്കി അതായത് പെട്ടെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളില്ല, അത് മാത്രമാണ് ഞാൻ ഇവിടെ വെക്കുക കേട്ടോ. പിന്നെ ബാക്കി ഒരുവിധം ഐറ്റംസൊക്കെ ഞാൻ അപ്പുറത്തെ കിച്ചണിൽ ഒരു പാത്രത്തിലാക്കി വെക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ പുട്ടുപൊടി വാങ്ങുമ്പോൾ 2 പാക്കറ്റ് വാങ്ങും, എന്നിട്ട് ഒരു പുട്ടുപൊടി ഇവിടെ വെക്കും, ഒരു പുട്ടുപൊടി അപ്പുറത്ത് വെക്കും. എന്നിട്ട് ഇത് കഴിയുമ്പോൾ അതെടുത്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കും. പിന്നെ പുതിയത് വാങ്ങുമല്ലോ, അപ്പോൾ 2 കൊണ്ട് അപ്പുറത്തേക്കും. അങ്ങനെ അവിടെ നിന്ന് എടുത്ത് ഇവിടെ വെക്കും, ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും. ഒരു രസം അങ്ങനെ കേട്ടോ. പിന്നെ അതേ നമ്മുടെ ശർക്കര കേട്ടോ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എല്ലാം പാത്രത്തിലാക്കി വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പൊട്ടിച്ചിട്ടുണ്ടാവില്ലേ, പൊട്ടിച്ചതൊക്കെ ഞാനത് ഇങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ട് ഈ ബോക്സിൽ അതിനായിട്ട് ആക്കി വെക്കുക. ഇപ്പോൾ ഒരു പാക്കറ്റ് പുട്ടുപൊടി പൊട്ടിച്ചാൽ നമ്മൾ ആ പുട്ടുപൊടി ഫുൾ എടുക്കില്ലല്ലോ, എന്നൊരു കുറച്ചെടുക്കും, ബാക്കി ഞാനിങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക ശരിക്കും കവർ ചെയ്തിട്ട് തന്നെ വരും, പുതിയതായിട്ടിരിക്കണ പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് ഞാൻ ബോക്സിലാക്കി വെച്ചു എല്ലാതും. പിന്നെ കുറച്ചും കൂടിയും ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കടല, മുതിര, പരിപ്പ്, ഉഴുന്ന്, ഗ്രീൻ പീസ് ഇതൊക്കെ ഞാൻ പൊട്ടിക്കാത്ത പാക്കറ്റ് മൊത്തം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രീസറിലാട്ട വെക്കുക, പുറത്ത് വെക്കില്ല. അതെനിക്ക് ചിത്രേച്ചി പറഞ്ഞ ഐഡിയ കേട്ടോ. കാരണം പുറത്ത് വെക്കുമ്പോൾ നമ്മുടെ മറ്റേ കുറിഞ്ചാത്ത് എന്നൊക്കെ പറയില്ല, ആ സാധനം കയറും. ഫ്രിഡ്ജിലാകുമ്പോൾ ഫ്രീസറിൽ പൊട്ടിക്കാണ്ട് കേട്ടോ, എയർ കയറരുത്. എയർ കയറാത്ത രീതിയിൽ ഒന്നെങ്കിൽ വല്ല കണ്ടെയ്നറിലാക്കിയിട്ടും നമുക്കത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. അങ്ങനെ മൊത്തം സെറ്റാക്കിയതിന് ശേഷം ഇത് എവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി ഇവിടെയൊക്കെ ആകെ പരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സിങ്ക് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ, തീരെ യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് നമ്മുടെ വാട്ടർ ഫിൽറ്ററിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട്, ആ വേസ്റ്റ് വെള്ളം മാത്രം അങ്ങനെ ഉള്ളിൽ കൂടെ പോകുന്നുള്ളൂ, അല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല കേട്ടോ ഇത്. അപ്പം ഞാൻ എന്നാലും ഇടയ്ക്ക് ഇവിടെ ഒരു മുഷിച്ചിൽ തോന്നിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ സോപ്പിട്ട് നന്നായി കഴുകാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴുകി നമ്മുടെ ഈ ഒരു സ്ലാബും കൂടി തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കുള്ള പണി എന്ന് പറഞ്ഞാൽ അടിച്ചോര തുടക്കി അങ്ങനത്തെ പണികളായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്ലീനിങ് വീഡിയോ അല്ല കേട്ടോ, അതൊരിക്കലും ക്ലീനിങ് വീഡിയോ അല്ലേ, ഞാൻ ജസ്റ്റ് ഇങ്ങനെയുള്ളത് ചില ദിവസങ്ങളിലാണ് നമുക്കിങ്ങനെ പച്ചക്കറി സാധനങ്ങളൊക്കെ നമ്മൾ മാസത്തിൽ വാങ്ങുമല്ലോ, അപ്പം ഇങ്ങനെ ഒരു ക്ലീനിങ് ചെയ്യുന്നു മാത്രം, അല്ലാണ്ട് നമ്മുടെ വലിയ ക്ലീനിങ് ഒന്നും അല്ല കേട്ടോ. അത് നമുക്ക് എല്ലാ മുറ്റത്തെ പണി കഴിഞ്ഞിട്ട് ഞാനൊരു ക്ലീനിങ് ഇനി ചെയ്യുള്ളൂ. സംഭവം പൊടിയാകെ വന്നു തുടങ്ങിയിട്ടുണ്ട്, മാറാലൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഉള്ളിലെ പണിയും കൂടി ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് അതിങ്ങനെ ലാഗാക്കി കൊണ്ടുപോകുന്നത് കേട്ടോ. അയ്യോ ആ ക്ലീനിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ഓർക്കാൻ വയ്യ കേട്ടോ, കാരണം നല്ല രീതിക്ക് പണി ഉണ്ടായിരിക്കും എനിക്ക് ഈ ഒരു അടുത്തൊരു ക്ലീനിങ് എന്ന് പറയണത്. കാറ്റുകാലമൊക്കെ ആയിട്ട് എന്തോരം പൊടിയാണെന്നറിയോ, നമ്മുടെ അകത്തേക്കും പുറത്തേക്കും മൊത്തത്തിൽ അഴുക്കായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാണ്ടായിരിക്കും. എന്താവോ എന്തോ ദൈവമേ, ഒറ്റ ദിവസം കൊണ്ടൊന്നും തീരുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. ഒറ്റയ്ക്കായതുകൊണ്ട് 2 ദിവസം എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒരു സ്റ്റെപ്പുമൊക്കെ നല്ല രീതിക്ക് പൊടിയുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ തുടച്ചതാണെങ്കിലും കൂടി പൊടി വന്നിട്ടുണ്ടായിരുന്നു. തുടക്കലൊക്കെ കഴിഞ്ഞോട്ടെ. ഇനി എനിക്ക് നമ്മൾ സാമ്പാറല്ല വെച്ചിട്ടുള്ളൂ, ചോറും. അപ്പൊ ഞാനിനി ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയാലോ വെച്ചിട്ടാണ്. ബീട്രൂട്ട് ഉപ്പേരി. പിന്നെ ഇന്നലെ ഞങ്ങള് അവിടെ പോയപ്പോ മാങ്ങ കണ്ടുട്ടാ. അപ്പൊ ഇത് പഠിപ്പിക്കണ മാങ്ങ എന്ത് മാങ്ങയാണെന്ന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കുഞ്ഞച്ചാറും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വിനിഷാട്ടിന് നല്ല ഇഷ്ടത് ഇങ്ങനെ മാങ്ങക്കറി ഉണ്ടാക്കണം. അപ്പൊ അതും ബീട്രൂട്ട് ഉപ്പേരി കൂടി ഉണ്ടാക്കിയ ഇവിടുത്തെ പണി കഴിഞ്ഞ് സംഭവം 12 മണി കഴിയിട്ടല്ല കഴിയുമ്പോഴേക്കും ഇന്ന്. പിന്നെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒക്കെ അരിഞ്ഞുണ്ടാക്കണം. പിന്നെ ബീട്രൂട്ട് നമുക്ക് അരിയാൻ എളുപ്പമാണ്. എന്താ വെച്ചാൽ ഞാൻ മറ്റേ ചോപ്പറിൽ ഇട്ടിട്ട് അരിക്കില്ല ചെയ്യുക, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല കേട്ടോ. തോല് കളയേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ വേഗം ആ പണി നോക്കട്ടെ. അത് കഴിഞ്ഞാൽ എനിക്കിനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കാം, വേറെ പണിയൊന്നുമില്ല. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ക്ലാസ്സിന് പോകണ്ട.
ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്ലാസ്സിന് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് രാവിലെ ഞാനിങ്ങനെ തഞ്ചിട്ടൊക്കെ പതുക്കെ ചെയ്യണത്. പിന്നെ എനിക്ക് വാഷിംഗ് മെഷീനിൽ തുണിയും കൂടി ഇടാൻ കിട്ടാം. അപ്പം അങ്ങനത്തെ കുറച്ച് ചില്ലറ പണിയുള്ളൂ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇടുന്നത് എന്താ വെച്ചാൽ ഞാൻ എല്ലാ തുണികളും കേട്ടോ, നമുക്ക് കല്ലുമ്മ കഴുകാനുള്ള തുണികളും ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. കാരണം കുളി കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടണ്ടാച്ചിട്ട് നമ്മൾ കുളി കഴിഞ്ഞാൽ എല്ലാവരുടെയും തുണികൾ ഈ വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ കൊടുന്നിടും. കഴുകാറാകുമ്പോൾ നമുക്ക് കല്ലുമ്മ കഴുകാനുള്ളത് അതുപോലെ വാഷിംഗ് മെഷീനിൽ ഇടാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണ് ഞാൻ തിരുമ്പാടുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പേരിക്കുള്ളത് ഇതേ നമ്മുടെ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ഈ ചോപ്പറിലിട്ടിട്ട് അടിച്ചെടുക്കും കേട്ടോ. 5 മിനിറ്റ് ഒന്നും തികച്ച് വേണ്ട, പെട്ടെന്നായിരിക്കും ഇതിൻ്റെ അരിയിൽ കഴിയുക. തോല് കളയേണ്ട ഒരു സമയം മാത്രമേ നമുക്ക് വേണ്ടൂ. പിന്നെ 4 ആക്കി കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് അതിലേക്ക് ഇടും. പിന്നെ നമ്മുടെ ചോപ്പറിൽ വെച്ചിട്ടൊരു 4 അല്ലെങ്കിൽ 5 അത്ര വലിയ വലിച്ചാണ്. 1 2 3 4 5 6 7 8 വലി കേട്ടോ, തെറ്റിപ്പോയി. അവർ 7-8 വലി വലിച്ചാൽ തന്നെ സെറ്റ് ആയേക്കണം കേട്ടോ. ഇതെനിക്ക് നല്ല പൊടിഞ്ഞോട്ടെ വിചാരിച്ചിട്ട് അടിഭാഗം ആക്കിയതാട്ടോ. അപ്പോൾ ഇതേ സംഭവം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നാട്ട കഴിയുക. ഇതിനി നമുക്കിനി എന്താ പറയുക, ഉപ്പേരി വെക്കുക വേണ്ടു. കാര്യം എളുപ്പ പണിയാണ് കേട്ടത്. മറ്റേത് എനിക്ക് ബീട്രൂട്ട് ഉപ്പേരി, ക്യാരറ്റ് ഉപ്പേരി ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അരിഞ്ഞുണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്രയും മടിയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സിമ്പിളാണ്, ഞാൻ പെട്ടെന്ന് വെക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇനി. പിന്നെ നമ്മുടെ മാങ്ങ കേട്ടോ, മാങ്ങ കറിക്കുള്ള മാങ്ങ അതേ അരിഞ്ഞ് നുറുക്കി അതിങ്ങനെ കുനുകുന്നനെ അരിയണം. പക്ഷേ ഈ മാങ്ങ ഇത്തിരി പുളിയുള്ള മാങ്ങയായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് അച്ചാർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ അപ്പം ഉണ്ടാക്കിയില്ലേ, നമ്മളിങ്ങനെ വെറുതെ കോരി കഴിക്കാനൊക്കെ ചിലർ കഴിക്കില്ല, അങ്ങനെയായിട്ട് ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതായത് ഉപ്പേരിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. നമ്മുടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുത്തിച്ചതച്ചിട്ടാണ് ഞാൻ മൂപ്പിക്കണത് കേട്ടോ. അങ്ങനെ അത് കുത്തിച്ചതച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇതേ ഒന്ന് വാടി വരും കേട്ടോ. അങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് വാടി വരുമ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടി ഇടും. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മളിവിടെ മുളക് പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്യാട്ടോ എല്ലാത്തിനും കുത്തി മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകത്തിന് കേട്ടോ. കാരണം നമ്മളെടുത്ത ഉപ്പേരി 2 ബീട്രൂട്ടല്ലേ എടുത്തത്. അപ്പോൾ നമ്മൾ എടുത്തതിനനുസരിച്ചിട്ടാണ് ഞാൻ ഉപ്പിടുക. അപ്പോൾ പിന്നെ മഞ്ഞപ്പൊടിയും കുറച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കും. വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തിട്ട് ആവിയിലിട്ട് വേവിച്ചെടുക്കുക ചെയ്യേ. അപ്പോൾ അത് നന്നായി ഇളക്കി നമ്മുടെ മൂടി കൊണ്ട് അത് മൂടി വെച്ച് ഇനി അത് ആവിയിലിരുന്ന് വെന്തോളും. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോവും. ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നിങ്ങനെ ആവിയിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിടുന്നു. വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ വെച്ചപ്പോഴാണ് ശരിക്കും ബീട്രൂട്ട് ഉപ്പേരിയുടെ ഒരു ടേസ്റ്റ് വന്നത് തന്നെ കേട്ടോ. പിന്നെ നമ്മുടെ മാങ്ങ അതേ നുറുക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇതൊരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിടും കേട്ടോ. മുളക് പൊടിയും ഉപ്പും ഇടും. പിന്നെ അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചൊഴിക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ കറിവേപ്പില ഇട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഉപ്പേരിക്ക്. അപ്പോൾ കറിവേപ്പില പൊട്ടിച്ച് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ എടുക്കണം കേട്ടോ, ഓയിൽ എടുക്കരുത്. വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കടുക് പൊട്ടിക്കും. അത് ബിൻഷാടിന് കടുക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഉപ്പേരി ആയാലും ഉപ്മാവായാലും കടുക് ഭയങ്കര ഇഷ്ടമായിട്ട്. അതിനുശേഷം എനിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കണം അങ്ങനെ കഴിച്ചിട്ട്. അപ്പോൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടും. ഇപ്പം ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടില്ല കേട്ടോ. ബിൻഷാടിൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ അവിടുത്തെ അമ്മ ഉണക്കമുളകൊക്കെ ഇടാറുണ്ട്. അതിൽ ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടില്ല, കറിവേപ്പില ഇട്ടു. കടുക് പൊട്ടിച്ചിട്ട് ഇത് നേരെ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കും. ചിലപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് ഇങ്ങനെ വെള്ളത്തോടൊക്കെ തന്നെ മനസ്സിലായില്ലേ, ഇങ്ങനെ ഇതാവുമ്പോൾ ഇങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റും. നമ്മൾ വെറുതെ ഉപ്പും മുളകും കുത്തി കഴിക്കില്ല, ആ ഒരു ഫീലാണ് കിട്ടുക. കുറച്ചും കൂടി വെള്ളം പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്താൽ ശരിക്കും ഒരു അച്ചാറിൻ്റെ ഒരു ഫീല് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കൂട്ടി ചോറിന് നല്ല രസമാണ്. അതായത് ഇങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയല്ലേ, നമ്മളിങ്ങനെ അടുപ്പിലിട്ടിട്ട് കുറേ നാൾ ഇങ്ങനെ എന്താ പറയുക, ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ വെക്കില്ല, അങ്ങനത്തെ അച്ചാറല്ലല്ലോ. കുറേ നാൾ ഇരുത്തി വെച്ച് അങ്ങനത്തെ അച്ചാറല്ല. ഇങ്ങനത്തെ അച്ചാറിനും ഒരു പ്രത്യേകത ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് വെച്ച് നോക്കട്ടെ, സ്പോട്ടിൽ ഉണ്ടാക്കണത്. പിന്നെ ഞാനതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഒരു വിശപ്പ്, കഴിക്കാനൊരാഗ്രഹം. ഐസ്ക്രീം കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നാളെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിതേ കുറച്ചൊരു 4-5 സ്പൂൺ ഐസ്ക്രീമൊക്കെ എടുത്തു. മെയിനായിട്ട് എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് തണുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറേ കഴിക്കാൻ എനിക്ക് തോന്നി. അപ്പം ഞാനിങ്ങനെ എനിക്കത് കഴിക്കാൻ തോന്നി. പിന്നെ ഞാൻ ഗുലാബ് ജാമുൻ ഇന്നലെ പോയപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, സൂപ്പർ മാർക്കറ്റിൽ പോയല്ലോ, അവിടെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഗുലാബ് ജാമുൻ കഴിക്കാൻ തോന്നി. അതായത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ച് വീട്ടിൽ ഐസ്ക്രീം ഇരിക്കണ്ടല്ലോ എന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഗുലാബ് ജാമും ഐസ്ക്രീമും. അതായത് എനിക്കിത് കിട്ടിയത് എവിടുന്ന വെച്ചാൽ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ കാണില്ല ഐസ്ക്രീം ഗുലാബ് ജാമൊക്കെ അപ്പുറമൊക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗുലാബ് ജാമിലെ ആ ഒരു ചാറില്ല, ആ ചാറിലേക്ക് കുറേ ഐസ്ക്രീം ഇടുക, പിന്നെ ഈ ഗുലാബ് ജാമു പൊട്ടിച്ച് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എല്ലാം കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ
നമ്മുടെ വിനീതേട്ടല്ലേ, എൻ്റെ വിനീതേട്ടനല്ല വിഷ്ണുവേട്ടൻ്റെ കല്യാണം, ഇപ്പോൾ കഴിഞ്ഞ മാസം കല്യാണം ഉണ്ടായിരുന്നില്ല ചേട്ടൻ്റെ, അപ്പോൾ അവിടെ റിസപ്ഷൻ ഈ സാധനം ഉണ്ടായിരുന്നു, ഐസ്ക്രീമും ഗുലാബ് ജാമും. 5 ഗുലാബ് ജാമും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 5 ഗുലാബ് ജാമും ഐസ്ക്രീമും. അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കൊടുന്ന് വെച്ചിട്ട് ടി വി വെച്ചു കേട്ടോ. ടി വി കണ്ടിട്ട് കഴിക്കാച്ചിട്ടാണ്. പക്ഷെ ഇപ്പം ഞാൻ 3 എണ്ണം എടുത്തെങ്കിലും കൂടിയിട്ട് ഞാൻ അതിന് 1 എണ്ണ കഴിച്ചുള്ളൂ. സംഭവം എന്താ വെച്ചാൽ ഇത് കഴിച്ചാൽ പെട്ടെന്ന് മപ്പടിക്കും കേട്ടോ. എന്നിട്ട് വിൻഷാട്ടിന് ഞാൻ അയച്ചു കൊടുത്തു ഇത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിൻഷാട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരുമല്ലോ, ഇതെങ്ങാനും കഴിച്ച് ബോധമില്ലാണ്ട് കെടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്നെ വിളിച്ചിട്ട്. അപ്പം ഞാൻ 1 എണ്ണം കഴിച്ചു. 1 എണ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മപ്പടിച്ചു മതിയായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതേ കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ പകുതി ഒരു കഷ്ണം പൊട്ടിക്കും, പിന്നെ ആ ഗുലാബ് ജാമിൻ്റെ വെള്ളവും ഈ ഐസ്ക്രീമും, ഈ 3 എണ്ണം കുറച്ചേശം അങ്ങനെ എടുത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്ക്. എല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടാവും, കഴിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഈ സാധനം കുറേ കഴിക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ മപ്പടിക്കും. എനിക്കിത് ആ 1 എണ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മപ്പടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ബാക്കി ഈ സാധനങ്ങൾ ഞാൻ ഇങ്ങനെ വെച്ചു കിട്ടും, അത് ഫുള്ള് ഞാൻ കഴിച്ചൊന്നും ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതേ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു എന്തായിട്ട് ഇങ്ങനെയാണ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. സംഭവം നല്ല ടേസ്റ്റാണ്. ഒറ്റ വട്ടനെ കഴിക്കാൻ പറ്റുള്ളൂ, അത് കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇത് ഇനി 4-5 ദിവസത്തേക്ക് ഞാൻ ഈ സാധനം തൊടില്ല, കാരണം ഇതിൻ്റെ ഹാങ് ഓവർ എനിക്ക് വിടാൻ കുറച്ച് ടൈം എടുക്കും. ഈ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് വീണ്ടും ആഗ്രഹം തോന്നുന്നു 1 എണ്ണം കഴിക്കാട്ടോ. പിന്നെ ഞാൻ ഐസ്ക്രീം മാത്രം ഒന്ന് കുറച്ച് കഴിച്ചു, നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിൻഷാട്ട് അതേ വർക്ക് വിസിറ്റ് ആയിരുന്നു കേട്ടോ. വിസിറ്റ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഷാട്ടിന് ഞാനിത് എല്ലാ വിഭവങ്ങളും വെച്ച് കൊണ്ട് കൊടുത്തു. മീൻ ഉണക്കൽ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഉണക്കലും വറുത്തിട്ടുണ്ട്, സാമ്പാറുണ്ട്, മാങ്ങക്കറിയുണ്ട്, ബീട്രൂട്ട് പേരുണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ട് വിൻഷേട്ടൻ കഴിക്കുന്നുണ്ട്. എൻ്റെ മപ്പ് വിടാത്ത കാരണം ഞാൻ കഴിച്ചിട്ടില്ല, ഞാനിങ്ങനെ മപ്പ് അടിച്ചിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.